മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2026 മെയ് 27 ബുധൻ. ശത്രുക്കളുടെ ഉപജാപങ്ങളും പാർട്ടിയുടെ ആഭ്യന്തര ദൗർബല്യങ്ങളും യാഥാർത്ഥ്യമായിരിക്കെ തന്നെ മതന്യൂനപക്ഷങ്ങളുടെ പിന്തുണയോടെ വീണ്ടെടുപ്പ് സാധ്യമാണെന്ന് കോൺഗ്രസ് നേതൃത്വം കരുതുന്നുണ്ടാവാം എന്ന് ചർച്ച ചെയ്യുന്നതാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. രാഹുൽ ഗാന്ധിയുടെ സമയോചിത ഉപദേശം. ഒരു മുസ്ലിം അനീതിക്കിരയായാൽ അത് ന്യൂനപക്ഷ സമുദായക്കാരുടെ നേരെ നടന്നതായല്ല, മുസ്ലിമിന് നേരെ തന്നെയാണെന്ന് തുറന്നു പറയണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. പാർട്ടി ന്യൂനപക്ഷ വകുപ്പിൻ്റെ ഉപദേശക സമിതി യോഗത്തെ ശനിയാഴ്ച അഭിസംബോധന ചെയ്യവെയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഇങ്ങനെ പറഞ്ഞതെന്ന് PTI റിപ്പോർട്ട് ചെയ്യുന്നു. കേന്ദ്രത്തിലും രാജ്യത്തെ 20-ലധികം സംസ്ഥാനങ്ങളിലും ഭരണത്തിലിരിക്കുന്ന ഹിന്ദുത്വ പാർട്ടി രാജ്യത്തെ 20 കോടി വരുന്ന മുസ്ലിം മതന്യൂനപക്ഷത്തെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതാണ് സാഹചര്യം. ഈ പശ്ചാത്തലത്തിൽ ഫാഷിസ്റ്റ് ഭരണകൂടത്തിനെതിരെ പൊരുതുന്ന ഇന്ത്യ മുന്നണിയിലെ മുഖ്യ ഘടകം കൂടിയായ തൻ്റെ പാർട്ടിയുടെ ഒരു പ്രധാന ദൗർബല്യത്തിലേക്കാണ് രാഹുൽ വിരൽ ചൂണ്ടിയിരിക്കുന്നതെന്ന് വ്യക്തം. ഏതാനും ആഴ്ചകൾ മുമ്പ് നടന്ന ബീഹാർ, പശ്ചിമ ബംഗാൾ, അസം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തീർത്തും രണോത്സുകമായിരുന്നു തീവ്ര ഹിന്ദുത്വ കൂട്ടായ്മയുടെ മുസ്ലിം വിരുദ്ധ പ്രചാരണമെന്ന് രാജ്യം കണ്ടതാണ്. നുഴഞ്ഞുകയറ്റക്കാർ, രാജ്യദ്രോഹികൾ, ഭീകരർ എന്നൊക്കെയുള്ള ശകാരവാക്കുകൾ ചൊരിഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരും സംസ്ഥാനങ്ങളിലെ BJP നേതാക്കളും നടത്തിയ കടന്നാക്രമണങ്ങൾക്കെതിരെ തുല്യ നാണയത്തിലിരിക്കട്ടെ മിതമായ ശൈലിയിൽ പോലും പ്രതികരിക്കാൻ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മതേതര പാർട്ടി വക്താക്കൾക്ക് കഴിഞ്ഞില്ല. വോട്ടു ചോരിയെക്കുറിച്ചും വിദ്വേഷ പ്രചരണത്തെക്കുറിച്ചും വാചാലമായി സംസാരിച്ച രാഹുൽ ഗാന്ധി തന്നെയും അസമിലെ അതിക്രൂരമായ മുസ്ലിം വേട്ടയെ തുറന്നെതിർക്കാൻ ധൈര്യപ്പെട്ടില്ല. പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിനെ BJPക്ക് തുല്യം വിമർശിച്ച മതേതര പാർട്ടികൾ രാജ്യത്തു നിന്ന് പുറന്തള്ളൽ ഭീഷണി നേരിടുന്ന മുസ്ലിങ്ങൾക്കു വേണ്ടി ശബ്ദമുയർത്തുന്നതിൽ അസാധാരണ സംയമനം പാലിച്ചതാണ് കാണാനായത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ദൗർബല്യം ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട 90കളുടെ തുടക്കത്തിൽ നരസിംഹറാവുവിൻ്റെ ഭരണകാലം മുതൽ പ്രകടമാണ്. അതുകൊണ്ടുകൂടിയാണ് എക്കാലത്തും കോൺഗ്രസിൻ്റെ കൂടെ നിന്നിരുന്ന മുസ്ലിം ന്യൂനപക്ഷം പാർട്ടിയിൽ നിന്നകലാൻ തുടങ്ങിയത്. സോണിയാഗാന്ധി പാർട്ടിയുടെ അധ്യക്ഷ പദവി ഏറ്റെടുത്ത് ചില തിരുത്തലുകൾക്ക് തയ്യാറായതിനെ തുടർന്ന് മുസ്ലിം ജനസാമാന്യം വീണ്ടും കോൺഗ്രസിനെ ഒരളവോളം പിന്തുണച്ചു. നെഹ്റു കുടുംബത്തിൻ്റെ മതേതരത്വ പ്രതിബദ്ധതയെക്കുറിച്ചോ തീവ്ര ഹിന്ദുത്വത്തോടുള്ള എതിർപ്പിനെക്കുറിച്ചോ മുസ്ലിം ജനസാമാന്യത്തിന് പൊതുവെ പരാതികളില്ല. എന്നാൽ കോൺഗ്രസ് നേതാക്കളിൽ തന്നെ പല പ്രമുഖർക്കും തീവ്ര വലതുപക്ഷത്തോടുള്ള ആഭിമുഖ്യവും അവസരമൊത്തുവരുമ്പോൾ കാലുമാറാനുള്ള സന്നദ്ധതയും സോദാഹരണം ചൂണ്ടിക്കാട്ടേണ്ട വസ്തുത പോലുമല്ല. ഇന്ന് ഏറ്റവും കൊടിയ മുസ്ലിം വിരുദ്ധത തുറന്നു പറയുന്ന അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ കോൺഗ്രസിൽ നിന്ന് കുടിയേറി വന്നയാളാണ്. കേന്ദ്രമന്ത്രിസഭയിലെ പലരും മുൻ കോൺഗ്രസുകാരാണ്. താൻ ഹിന്ദുക്കൾക്കു വേണ്ടിയാണ് ഭരിക്കുന്നത്, മുസ്ലിങ്ങൾക്ക് സർക്കാർ ആനുകൂല്യങ്ങളൊന്നും അനുവദിക്കില്ല എന്ന് തുറന്നു പ്രഖ്യാപിച്ച ബംഗാൾ ഭരണ ചുമതലയേറ്റ സുവേന്ദു അധികാരിയും മുൻ കോൺഗ്രസുകാരനും തൃണമൂൽ നേതാവുമായിരുന്നു. കോൺഗ്രസിനെ ആഴത്തിൽ ഗ്രസിച്ച ആദർശ വ്യതിയാനവും വലതുപക്ഷാഭിമുഖ്യവുമെല്ലാം വേണ്ടവിധം മനസ്സിലാക്കി തന്നെയാവും ഉറച്ച മതേതരവാദികളായ നെഹ്റു കുടുംബം ഇപ്പോൾ പാർട്ടിയുടെ പുനരുജ്ജീവനത്തിനു വേണ്ടി പണിയെടുക്കുന്നുവെന്ന് വേണം കരുതാൻ. ശത്രുക്കളുടെ ഉപജാപങ്ങളും പാർട്ടിയുടെ ആഭ്യന്തര ദൗർബല്യങ്ങളുമെല്ലാം യാഥാർത്ഥ്യമായിരിക്കെ തന്നെ മതന്യൂനപക്ഷങ്ങളുടെ പിന്തുണയോടെ വീണ്ടെടുപ്പ് സാധ്യമാണെന്ന് നേതൃത്വം കരുതുന്നുണ്ടാവാം. ആ പ്രതീക്ഷ അസ്ഥാനത്തല്ലെന്ന് തെളിയിക്കുന്നതാണ് ഒടുവിലത്തെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടീം UDFൻ്റെ അത്യുജ്വല വിജയം. ഈ വിജയത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും സാമാന്യമായി മുസ്ലിം സമൂഹവും വഹിച്ച പങ്ക് പ്രതിയോഗികൾക്ക് പോലും നിഷേധിക്കാനാവില്ല. ഇതിനെതിരെ തീവ്ര വലതുപക്ഷവും ഇന്ത്യ മുന്നണിയിലെ പങ്കാളിയായ ഇടതുപക്ഷവും നടത്തുന്ന പ്രചാരണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഒരു സമുദായത്തെയും അനർഹമായി പ്രീണിപ്പിക്കുകയോ അവരുടെ അതിരുകവിഞ്ഞ അവകാശവാദങ്ങൾക്ക് വഴങ്ങുകയോ ചെയ്യരുത്. അതേസമയം രാഹുൽ ഗാന്ധി ഉപദേശിച്ച പോലെ കൊടിയ അനീതിക്കിരയാവുന്നത് മുസ്ലിമായാലും അത് തുറന്നപലപിക്കണം. മതന്യൂനപക്ഷങ്ങളിലും ദളിതരിലും പെട്ട ഇരകളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ മതേതര ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന പാർട്ടികൾ മടിക്കരുത്. അത് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ അതൃപ്തിയും എതിർപ്പും ക്ഷണിച്ചു വരുത്തുമെന്ന ഭീതി അയാഥാർത്ഥമാണ്. ഭൂരിപക്ഷ സമുദായത്തിലെ ഭൂരിപക്ഷം മനുഷ്യരും നാടിൻ്റെ ശാന്തിയും സമാധാനവും ബഹുസ്വരതയും നിലനിൽക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരാണ്.
അസഹിഷ്ണുക്കളായ പ്രതിലോമകാരികളുടെ പ്രചാരണങ്ങൾ കൊണ്ട് അവരെ സ്വാധീനിക്കാനും വഴിതെറ്റിക്കാനുമാവില്ല. മാധ്യമം പോഡ്കാസ്റ്റ്.